ദേശീയപാത തലപ്പാടി ചെർക്കള റീച്ചിലെ സർവീസ് റോഡിൽ നടപ്പാതകളുടെ നിർമ്മാണം പൂർത്തിയായ ഭാഗങ്ങൾ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറുന്നു. ക്യാമറകൾ സ്ഥാപിച്ചിട്ടും നടപ്പാതകളിൽ മാലിന്യം തള്ളുന്നതിന് ഒരു കുറവുമില്ല. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ദേശീയപാത ആധുനിക രീതിയിൽ വികസിപ്പിച്ചിട്ടും പാതയോരങ്ങളിൽ മാലിന്യം തള്ളുന്നതിന് ഒരു കുറവുമില്ല. തലപ്പാടി ചെർക്കള റീച്ചിലെ കുഞ്ചത്തൂർ, ഉദ്യാവരം, മഞ്ചേശ്വരം എന്നിവിടങ്ങളിലാണ് ദേശീയപാത സർവീസ് റോഡിലെ നടപ്പാതയും പാലത്തിലെ നടപ്പാതയുമെല്ലാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ളവ നിക്ഷേപിക്കാനുള്ള ഇടമായി സാമൂഹ്യദ്രോഹികൾ കണ്ടെത്തിയിരിക്കുന്നത്. തുമ്പനാട് തൊട്ട് മാട വരെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കി നടപ്പാതയിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ നിലയിലാണ്. സ്വതവേ തിരക്കേറുന്ന ടൗണിനോട് ചേർന്നുള്ള ഭാഗത്താണ് വലിയ കെട്ടുകളാക്കി മാലിന്യങ്ങൾ പുറന്തള്ളിയിട്ടുള്ളത്. പാലത്തിനോട് ചേർന്നുള്ള നടപ്പാതയിലും ഇത്തരക്കാർ വ്യാപകമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നുണ്ട്. ഫ്ളാറ്റുകളിൽ നിന്നടക്കമുള്ള ഭക്ഷണാവശിഷ്ടങ്ങളെല്ലാം ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്നതാണ് ഏറെ പരിതാപകരം. ഈ റീച്ചിലെ ക്യാമറകൾ മിഴി തുറന്നിട്ടും മാലിന്യം തള്ളുന്നതിന് യാതൊരുവിധ കുറവുമില്ല. മഞ്ചേശ്വരം ടൗണിന് സമീപം ക്യാമറ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നതിന് തൊട്ടുചേർന്നും നടപ്പാതയിൽ മാലിന്യ കൂമ്പാരമാണ്. അതിനിടെ ഉപ്പള, കുമ്പള, മൊഗരൽ എന്നീ പാലങ്ങളുടെ നടപ്പാതകളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായി മാറിയിരിക്കുന്നുവെന്നാണ് പൊതുവെ ഉയരുന്ന പരാതി. ഇങ്ങനെ അലക്ഷ്യമായി നടപ്പാതകളിൽ പുറന്തള്ളിയ മാലിന്യങ്ങൾ ചിലയിടങ്ങളിൽ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിപ്പിക്കുന്നതോടൊപ്പം തന്നെ കൊതുകുകൾക്ക് പെറ്റുപെരുകാനുള്ള സാഹചര്യവും ഒരുക്കുന്നുണ്ട്. ഉപ്പളയ്ക്കും കുമ്പളയ്ക്കും ഇടയിലുള്ള ആളുടഞ്ഞ ഭാഗങ്ങളിലെ സർവീസ് റോഡരികിലും മാലിന്യങ്ങൾ അടിക്കടി പുറന്തള്ളുന്നതായുള്ള ആക്ഷേപങ്ങളും വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.